അങ്ങനെ വന്നു മക്കളെ, വന്നിട്ടുണ്ട് നമ്മുടെ ഷാജി പാപ്പനും പിള്ളേരും വീണ്ടും വന്നിട്ടുണ്ട്. ആട് 3യുടെ ട്രെയിലർ ഇപ്പോൾ അവർ ഇറക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആട് 3 2026 ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോമഡി ഫിലിമാണ്. വേറെ കുറച്ച് സിനിമകളുണ്ട്, നമ്മുടെ യാഷിൻ്റെ ടോക്സിക് ഉണ്ട്, ദുരന്തർ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നമ്മുടെ മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോമഡി ഫിലിം ആയിരുന്നു ആട് 3. അതുപോലെ തന്നെ ഇവന്മാർ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും കാണാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഷാജി പാപ്പനും പിള്ളേരുടെയും മൂന്നാം വരവ് എങ്ങനെ തിയേറ്റർ തൂക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇതിൻ്റെ ട്രെയിലർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, നമുക്ക് ഒരുമിച്ച് കാണാം. ട്രെയിലർ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ നമുക്ക് വരില്ല. എന്തായാലും നമുക്കിത് കാണാം. ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ആ കാർന്നവന്മാരും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ട്. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. Mark my words, this bug is going to change our fortunes. ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പ ഇത് കൊല്ലാം. മതിയോ? അത് മതി. ഇനി ഇത് പിടി. ലാസർ പൊട്ടിച്ചു. പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? പാഷാൻ ആളുകൾ വിളിക്കും ഹൈ റേഞ്ചിന്റെ ചെവിവേരെ. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞു. ജീവൻ മാറുന്ന പോരാട്ടം. ഏത് ഈ വയ്യാത്ത നടുവ് വെച്ചണ്ട. തനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകും. എന്താണോ വരുന്നത്? ഒട്ടി നിൽക്കാതെ രണ്ടടി മാറി നിന്ന് കൗണ്ട് അവൻ കേൾക്കടാ. മമ്മൂക്ക വില ഓൾറെഡി അങ്ങനെ വേണ്ടി കൊടുത്തിട്ടില്ല. മനസ്സിലായോ സാറേ? ആ സൈറൻ ഉള്ള എൻ്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. Papa, no sentiment, no compromise. ആട് 3 പാർട്ട് 1. അപ്പം ഇനിയുണ്ടോ പടം? ഈ ഒരു ട്രെയിലറിൽ മിഥുൻ മാനുവൽ തോമസും വിജയ് ബാബുവും കൂടി എന്താണ് പണി വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു ടൈം ട്രാവൽ പടമാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ടൈം ട്രാവലാണ്, അല്ലെങ്കിൽ ഇത് ഫ്ലാഷ് ബാക്ക് സിനിമയാണ്, അങ്ങനെയൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പണ്ടത്തെ അല്ലു അർജുൻ പടങ്ങളില്ലേ, നമ്മുടെ ലക്കി ദ റേസർ, ആ ഒരു പടങ്ങളൊക്കെ കാണുന്നത് പോലെ കോൺസെപ്റ്റ് ഇല്ലാതെ, അതായത് ഒരു കഥ പ്രതീക്ഷിക്കാതെ ഫുള്ളി എൻ്റർടൈനിങ് ആയിട്ട് ഒരു കോമഡി എലമെൻറ്റ് മാത്രം മുന്നിൽ കണ്ട് കാണുകയാണെങ്കിൽ ഒരു പക്ക എൻ്റർടൈനർ ആയിരിക്കും ഈ ഒരു പടം. പിന്നെ പൊതുവെ ഒരു മലയാളി ഓഡിയൻസ് ഈ പറയുന്ന സിനിമ കാണാൻ പോകുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കഥ, അതിൻ്റെ ഒരു കഥയുടെ പശ്ചാത്തലം, അതിൻ്റെ ഒരു സീരിയസ്നെസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന മലയാളി ഓഡിയൻസിന് എത്രത്തോളം ഈ ഒരു പടം കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കണക്റ്റ് ആവാത്തവർക്ക് ഈ ഒരു പടം ചിലപ്പോൾ ലാലേട്ടൻ്റെ ബാരോസ് ഒക്കെ ഇറങ്ങിയതുപോലെ ഫീൽ ചെയ്യും.
അല്ലാത്ത പക്ഷം ഒരു കോമഡി എൻ്റർടൈൻമെൻ്റ് ഒക്കെ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോകുന്നവർക്ക് കുറച്ചൊരു വർക്കാവും തോന്നുന്നു. ട്രെയിലറൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ഒരു കോമഡി എലമെൻ്റ് ഉണ്ട്. ഇത് കാണുമ്പോൾ ഈ പറയുന്ന ഇവർ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഒരു ടൈം ട്രാവൽ പടമായിട്ടാണ് തോന്നുന്നത്. ഷാജി പാപ്പൻ രാജാവൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഒക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കണ്ടുവന്നിരുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു 3-ാം ഭാഗം ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഇത് ഒരു പീക്ക് ലെവല്. പിന്നെ ആട് 1 ഉം 2 ഒക്കെ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് അത്രയും ചിരിച്ച് ആഘോഷിച്ച് കണ്ടുവന്നിരുന്നൊരു പടമാണ്. അതിനകത്തുള്ള ഓരോ ക്യാരക്ടറിനും സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഓരോരോ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഓരോരോ ക്യാരക്ടേഴ്സിന് കൃത്യമായിട്ട് ഈ പറയുന്ന എൻട്രി സോങ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു പടം ആട് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഷാജി പാപ്പനായാലും അറക്കലബുവിനായാലും ക്യാപ്റ്റൻ ക്ലൈറ്റസിനായാലും നമ്മുടെ സർവത്ത് ഷമീറിനായാലും സാത്താൻ സേവിയറിനായാലും എല്ലാവർക്കും നല്ല പോലെ ഫാൻ ബേസ് ഉള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇവരെയൊക്കെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി അടിപൊളിയാണെങ്കിൽ പടം ഹിറ്റായിരിക്കും. എന്തായാലും 2026 ഏറ്റവും കൂടുതൽ മലയാളത്തിലൊരു കോമഡി എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണിത്. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്